ഹലോ, ഇന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു മിനി വ്ളോഗാണ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കസിൻ്റെ വീട്ടിൽ ഞാനിന്ന് ഓണസദ്യ കഴിക്കാൻ പോവാണ്. അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ, ബായ്പാടാണ് വീട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 1 മണിക്കൂറത്തെ യാത്രയുണ്ട്. നട്ടുച്ച വെയിലും ഇത്രയും ബ്ലോക്കൊക്കെ ആണെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര ഞങ്ങൾ പുറപ്പെട്ടത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വരുന്നത്. അപ്പം കാണാതെ ഇരുന്ന് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്ന് കയറിയപ്പോൾ ഉള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇതാണ് എൻ്റെ അപ്പി, റസിയപ്പ എന്നാണ് ഞാൻ വിളിക്കുന്നത് കേട്ടോ. എൻ്റെ പപ്പായുടെ പെങ്ങളാണ്. അപ്പോൾ ഇത് എൻ്റെ കസിനാണ്, ഞാൻ പറഞ്ഞില്ലേ, തത്തമ്മ എന്നാണ് അവളുടെ പേര്. ശരിക്കും ഒരു വ്ളോഗൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല വന്നത്. ഞാൻ പൊതുവേ നമുക്കിഷ്ടമുള്ള ഓരോ നിമിഷങ്ങളൊക്കെ നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ വ്ളോഗ് ചെയ്യണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഇരുന്നില്ല. ചെറിയ ചെറിയ ക്യൂട്ട് വീഡിയോസൊക്കെ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ സദ്യയൊക്കെ വിളമ്പി കേട്ടോ. തത്തമ്മ റസിയപ്പ ഇരുന്നില്ല, ഞങ്ങൾ അച്ചിയുടെ കൂടെ ആയിരുന്നു. തത്തമ്മയുടെ വാപ്പിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പപ്പടവും പഴവും പായസമൊക്കെ ഇട്ടിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പഴയ ആൽബമൊക്കെ എടുത്തിട്ട് കുറേ നമ്മുടെ കാർന്നോന്മാരുടെയും ഒക്കെ പഴയ നമ്മുടെ കൊച്ചിലത്തെയൊക്കെ ഫോട്ടോ ഒക്കെ കണ്ടു കേട്ടോ. ഈ ഒരു സീൻ എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. ഞാൻ തത്തയുടെ വീട്ടിൽ വന്നിട്ട് ഇതേപോലെ ഞാൻ ഭയങ്കര വിഷമിച്ച് കരഞ്ഞൊക്കെയാണ് ഞാൻ തിരിച്ച് കയറുന്നത്. അപ്പോൾ അതുപോലെ ഒരു നൊസ്റ്റാൾജി എനിക്ക് ശരിക്കും അടിച്ചു. എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. തിരിച്ച് വരുന്ന വഴി ഞാൻ അതേ കാര്യം തന്നെ ആലോചിച്ച് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പറ്റാഞ്ഞ കുറേ പ്രധാന കഥാപാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ശരിക്കും പറഞ്ഞാൽ അവരാരും വീട്ടിലില്ലായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുള്ള ഒരു സമയത്ത് വീണ്ടും നമുക്ക് അവരെ പരിചയപ്പെടുത്താം. ഇനി നമുക്ക് തത്തമ്മ ഒരു ദിവസം വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ ഉറപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അവരെയൊക്കെ പരിചയപ്പെടുത്താം കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ ഉച്ചക്കത്തെ അത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു. തിരിച്ച് ഞങ്ങൾ പതുക്കെ യാത്ര അങ്ങോട്ട് തുടർന്നു കേട്ടോ. സദ്യയൊക്കെ കഴിച്ച് നമ്മൾ നല്ല വയറ് നിറഞ്ഞൊക്കെ മത്തടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നെങ്കിലും ഇറങ്ങാൻ നേരം നമ്മളൊരു ജിഞ്ചർ ചായയൊക്കെ കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ഉഷാറായിട്ടാണ് തിരിച്ചുള്ള യാത്രയൊക്കെ ഇങ്ങനെ തുടർന്ന് വന്നത് കേട്ടോ. നമ്മൾ സദ്യയൊക്കെ കഴിച്ചെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു മന്ദതയില്ലാണ്ട് നല്ല സ്മാർട്ടായിട്ടാണ് വന്നത്. അപ്പോൾ അതിന് ജിഞ്ചർ ചായക്കൊരു വലിയൊരു പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 വർഷമെങ്കിലായിട്ടുണ്ട് ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു നൊസ്റ്റൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ ഫുള്ളും. അങ്ങനെ നല്ലൊരു യാത്രയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരാൻ നേരം നീ ആ മൂക്ക് കരിക്ക് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തി. അപ്പോൾ നമ്മളെപ്പോലെ അവിടെ നിന്ന് ദൂരത്തുനിന്ന് ട്രാവൽ ചെയ്ത് വന്ന ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടു. പിന്നെ ഒരു കരിക്കിന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഓരോ കരിക്ക് വെച്ചിട്ട് അങ്ങോട്ട് തട്ടി. ലൈഫിൽ നല്ല കുറച്ച് മൊമെൻറ്റ്സൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ട് അത് യൂട്യൂബിൽ സേവ് ചെയ്തിടുക എന്നുള്ളൊരു പർപ്പസിലാണ് ശരിക്കും ഞാൻ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ കാണും. അടുത്ത പ്രാവശ്യം നമുക്കതൊക്കെ സെറ്റാക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.